ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോളപ്പൊടി കൊണ്ടുള്ള ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പിയുമായാണ്. കൂടെ തന്നെ അതിൻ്റെ ഗുണങ്ങളും അറിയാം. കൊഴുപ്പ് കുറഞ്ഞ ഒരു ഭക്ഷണ സാധനമായതിനാൽ ധൈര്യമായി എല്ലാവർക്കും കഴിക്കാം. ഇതിൽ വൈറ്റമിൻ സി ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഇത് തയ്യാറാക്കാനായിട്ട് ഞാൻ 1/2 കിലോൻ്റെ ചോളപ്പൊടി വാങ്ങിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. ഇച്ചിരി വലിയ പാത്രം നോക്കി എടുക്കാം നമുക്ക്. അപ്പം സൗകര്യത്തിന് നമുക്ക് വറുക്കാൻ പറ്റും. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി തണുക്കാൻ വെക്കാം. ചൂടൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഇത് കുതിർത്തെടുക്കണം. നമുക്കിപ്പോൾ 1/2 കിലോ മാവിൻ്റെ ഉപ്പുമാവാണ് തയ്യാറാക്കുന്നെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ 1/2 കിലോ എടുക്കേണ്ടതില്ല. ഇതിൻ്റെ പകുതി എടുത്താലും മതി. കാര്യം ഇത് കുതിർത്ത് നമ്മൾ കുറേശ്ശെ എടുക്കുമ്പം ഇത് തോനെ മാവായിട്ട് കിട്ടും. നമുക്ക് 1-2 പ്രാവശ്യം ഇങ്ങനെ നനച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒക്കെ തളിച്ച് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ കുറച്ച് സമയം കൂടെ കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഇതുപോലെ ആക്കിയെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. നമുക്ക് വെള്ളമൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഒരു 1/2 മണിക്കൂറെങ്കിലും ഇങ്ങനെ വെച്ചിരിക്കുമ്പം ആ മാവെല്ലാം നല്ലതുപോലെ ഒന്ന് കുതിർന്ന് വരും. ഇത് ഞാൻ 2 പ്രാവശ്യമായിട്ട് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അത് കുതിർന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം. അതിനായിട്ട് നമുക്ക് 2 സവാള, 1 കഷ്ണം ഇഞ്ചി, വറ്റൽമുളക്, കറിവേപ്പില എല്ലാം. അത് കഴിഞ്ഞ് നമ്മളൊരു പാത്രത്തിനകത്തോട്ട് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കും. 2 കപ്പ് വെള്ളം ഒഴിച്ച് അതൊന്ന് ചൂടാക്കാം. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇപ്പുറത്തോട്ടൊരു പാത്രം വെച്ച് നമുക്ക് ഉപ്പുമാവ് റെഡിയാക്കി എടുക്കാം. 1 ടേബിൾ സ്പൂൺ ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുക്കുക. 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് 2 വറ്റൽമുളകും 2 തണ്ട് കറിവേപ്പിലയും. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച സവാള. നമ്മൾ ഇതിലേക്ക് ഉഴുന്ന്, കടുക്, ഇഞ്ചി, സവാള, വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ട് കൊടുത്ത് ഇതെല്ലാം ഒന്ന് മൂത്ത് വരും. അപ്പോഴേക്കും നമ്മുടെ ചോളത്തിന്റെ മാവ് കുതിർന്നു വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിനകത്തോട്ട് തട്ടി ഒന്നും കൂടെ ഒന്ന് വറുത്ത് കൊടുക്കാം. ഇത് ഒന്നും കൂടെ ഒന്ന് ചൂടായി വരണം. ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്ക് തിളച്ച പാല് നമുക്ക് കുറേശ്ശെ ഒഴിച്ച് ഇതിനകത്തിട്ട് ഇളക്കിയെടുക്കാം. കുതിർന്ന മാവ് നല്ലതുപോലെ ഒന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. കണ്ടോ? ഇതൊക്കെ നമുക്ക് തട്ടിപ്പൊത്തി ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് തീ കുറച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിനകത്ത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേവിച്ച് കൊടുക്കുന്നത് കട്ട കെട്ടാതിരിക്കാനാണ്. കുറച്ച് സമയം ഇട്ട് നമ്മളൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇതിൻ്റെ നടുക്കൊന്ന് കുഴിച്ചു കൊടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കണം. ചൂടുവെള്ളം ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം.
നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ട, ഒരു കട്ടയ ഒന്നുമില്ലാതെ വന്നണ്ട. മുമ്പൊക്കെ നമ്മൾ ഇതൊക്കെ അംഗൻവാടിയിൽ നിന്ന് കഴിച്ചിട്ടുണ്ട്. കണ്ടതായത് നല്ല ഒരു തരിയ ഒന്നുമില്ല, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ചോളത്തിൻ്റെ ഉപ്പുമാവ് റെഡി.